രചിക്കപ്പെട്ട് 1.5 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് വന്ദേമാതരം ഒഫീഷ്യലായിട്ട് എല്ലാ വേദികളിലും പാടണമെന്നുള്ളത് ഇത് വരുന്നത്. ഇത്രയും കാലം ആരാണ് സാർ ഇതിനെ മാറ്റി നിർത്തിയത്? അങ്ങനെ മാറ്റി നിർത്തിയെന്ന് പറഞ്ഞാൽ 2 ഘട്ടമുണ്ട്. ഒന്ന് 1937 വരെ വന്ദേമാതരം പാടിക്കൊണ്ടിരുന്നു. എല്ലാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ വേദികളിലും വന്ദേമാതരം പാടിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് വന്ദേമാതരം അങ്ങനെ പാടുന്നതിനൊരു കാരണമുണ്ടായിരുന്നു. വന്ദേമാതരത്തെക്കുറിച്ച് മഹാത്മാഗാന്ധി പറഞ്ഞേക്കണത് ഏറ്റവും മാന്യമായ യുദ്ധകാഹളമാണ്, ഇമ്പീരിയലിസത്തിന്, സാമ്രാജ്യത്വത്തിനെതിരെയുള്ള ഏറ്റവും മാന്യമായ യുദ്ധകാഹളമാണ് വന്ദേമാതരം എന്നാണ് ഗാന്ധി അതിനെ വിശേഷിപ്പിച്ചത്. എന്ന് മാത്രമല്ല, ലോകത്തുണ്ടായിട്ടുള്ള ഏത് ദേശീയ ഗാനത്തെക്കാളും, നാഷണൽ ആന്തം, അതിനേക്കാളും ഒക്കെ മഹത്താണ് വന്ദേമാതരമെന്നും ഗാന്ധി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ വന്ദേമാതരം അത് പാടുന്ന എല്ലാവരുടെ മനസ്സിലും മാതൃരാജ്യത്തെക്കുറിച്ചുള്ള നിസ്സീമവും നിർഭയവുമായ ഭക്തി ജനിപ്പിക്കും എന്നാണ് ഇതിനെക്കുറിച്ച് ഗാന്ധി പറഞ്ഞേക്കുന്നത്. ഈ മറ്റൊന്നുകൂടി പറഞ്ഞു, വന്ദേമാതരത്തെക്കുറിച്ച് നടക്കുന്ന എല്ലാ ചർച്ചകളും മതപരമല്ല, രാഷ്ട്രീയമാണ് കാരണം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. 47 അദ്ദേഹം അതിൻ്റെ കുറിച്ചൊരു പരാമർശം നടത്തിയ സമയത്ത് പറഞ്ഞു. ഇനി 1937 വരാം, 10 വർഷം മുൻപ്. അന്നാണ് അതിൽ 37 ഡിസംബർ 26 തുടങ്ങി 29 വരെ ഫിസാർപൂരിൽ നടന്ന AICC സമ്മേളനത്തിലാണ് വന്ദേമാതരത്തിൽ നിന്ന് 6-10 ശ്ലോകങ്ങൾ നീക്കം ചെയ്യണം എന്ന പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കിയത്. വന്ദേമാതരം ആ സിറ്റീസല്ല, 6ഉം 10ഉമായ ശ്ലോകങ്ങൾ മാറ്റണം. എന്താ അതിന് കാരണം? കാരണം പറയുന്നത്, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും കോൺഗ്രസ്സിലെ മുസ്ലിങ്ങളായ നേതാക്കളും അതിൽ 6ാമത്തെ ശ്ലോകത്തെയും 10ാമത്തെ ശ്ലോകത്തെയും നഖശിഖാന്തം എതിർക്കുന്നു. എന്താണ് അവരുടെ എതിർപ്പിന് കാരണം? 6ാമത്തെ സ്റ്റാൻസയിലാണ് 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ, ഒന്ന് ദുർഗയെക്കുറിച്ചാണ്. ദുർഗ ലക്ഷ്മി സരസ്വതി. ദുർഗ ലക്ഷ്മി സരസ്വതി. ഈ ദുർഗ ലക്ഷ്മി സരസ്വതി എന്നുള്ളത് പോയറ്റിക് മെറ്റഫേഴ്സാണ്. അതിൽ ദുർഗ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ വീര്യമുണ്ടല്ലോ, വീര്യം, വൈബ്രൻ്റ് എനർജി എന്ന് പറഞ്ഞാൽ വീര്യം, ആ വീര്യത്തിൻ്റെ ഒരു കാവ്യബിംബമാണ് ദുർഗ എന്നുള്ളത്. അത് പ്രപഞ്ചത്തിലെ സൂക്ഷ്മവും സ്ഥൂലവുമായ സമസ്ത മേഖലകളിലും നിറഞ്ഞു നിന്ന് ത്രസിക്കുന്ന ഒരു എനർജിയാണത്. രണ്ടാമത്, ലക്ഷ്മി എന്ന് പറഞ്ഞാൽ വെൽത്താണ്, വെൽത്തിൻ്റെ ഇതാണ്, പ്രതീകമാണ്. സരസ്വതി വിദ്യയുടെയും കാവ്യബിംബമാണ്. അപ്പോൾ ഈ ദുർഗ ലക്ഷ്മി സരസ്വതി എന്ന കാര്യം അതിൽ വരുന്നത്, ഏതിൽ വരുന്നത്? വന്ദേമാതരത്തിൽ വരുന്നത് ഈ ഭാരതാംബയുടെ, ഭാരതഭൂമിയുടെ അതിൻ്റെ ആത്മവീര്യത്തിൻ്റെയും അതിൻ്റെ ധനസ്രോതസ്സിൻ്റെയും അതിൻ്റെ വിദ്യാ പാരമ്പര്യത്തിൻ്റെയും കാവ്യബിംബങ്ങളായിട്ട് ഉപയോഗിച്ചതാണ്. പക്ഷേ മുഹമ്മദ് അലി ജിന്ന ഇതിനൊരു മറുവശം പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം, നമ്മൾ വേറൊരു വീഡിയോയിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഇർറിലീജിയസ് ആയിരുന്നു, മതരഹിതനായ മതമൗലികവാദിയായിരുന്നു. ഒരു കാരണവശാലും മതപരമായ ആചാരാനുഷ്ഠാനങ്ങളൊന്നും പാലിക്കാതെ, മതത്തിൽ വിശ്വസിക്കാതെ, മതത്തിൻ്റെ വർഗീയതയെ രാഷ്ട്രീയമായി പ്രയോഗിച്ച് വിജയിച്ച ഒരാളാണ് ജിന്ന. ജിന്ന പറഞ്ഞു, ഈ പറഞ്ഞതെല്ലാം
എൻ്റെ മതവിശ്വാസങ്ങളെ പരിഹസിക്കുന്നതാണ്. കാരണം എൻ്റെ മതവിശ്വാസമനുസരിച്ച് അല്ലാഹുവിന് രൂപഭാവഭേദങ്ങളൊന്നുമില്ല, അരൂപിയാണ്, അസ്പർശ്യനാണ്. അദ്ദേഹത്തെ നമുക്ക് കാണാനും കേൾക്കാനും രുചിക്കാനും തൊടാനും ഒന്നും പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ ഉള്ള സംഗതി വന്നു കഴിഞ്ഞാൽ, ഞാനത് ചൊല്ലിക്കഴിഞ്ഞാൽ അത് എൻ്റെ മതവിശ്വാസത്തെ ബാധിക്കും, അതുകൊണ്ടത് പറ്റില്ല എന്ന് പറഞ്ഞു. ജിന്ന പറഞ്ഞ ഈ കാര്യത്തോട് ജവഹർലാൽ നെഹ്റു യോജിക്കുകയും ആ യോജിപ്പിന് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് നെഹ്റു ടാഗോറിനും സുഭാഷ് ചന്ദ്രബോസിനും കത്തെഴുതി. അതിൽ സുഭാഷ് ചന്ദ്രബോസിന് കത്തെഴുതിയപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ കമ്മ്യൂണലിസ്റ്റ് മാനുഫാക്ചറിങ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതായത് ഈ പറയുന്ന പദ്യത്തിനെ ഒഴിവാക്കുന്നത്, ഈ പദ്യത്തിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ കാവ്യബിംബങ്ങളെ മുഴുവൻ മതബിംബങ്ങളാണ് എന്ന തരത്തിൽ പറയുന്നത് മതവർഗീയവാദികൾ പടച്ചുണ്ടാക്കിയെടുത്തതാണ്. അതിന് ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കൃതിയുടെ സാരാംശവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ടത് നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്ന അഭിപ്രായമായിരുന്നു ഉള്ളത്. അവസാനം ഇദ്ദേഹം എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, നിങ്ങൾ ടാഗോറിനോട് എഴുതി ചോദിക്കാൻ പറഞ്ഞു. ടാഗോർ പിന്നെ സാഹിത്യം ആയതുകൊണ്ട്, സാഹിത്യകാരന്മാർ തരാതരത്തിനനുസരിച്ച് മാറുന്നതുകൊണ്ട് ഇപ്പം ഏതാണ് സൗകര്യം എന്ന് നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് ഇദ്ദേഹം പറഞ്ഞു കൊടുത്തൊരു സംഭവമാണ് ഇത് വേണമെങ്കിൽ മാറ്റാം എന്നുള്ള സംഗതി പറഞ്ഞത് അങ്ങനെയാണ്. ഇനിയിപ്പോൾ അവർക്ക് ആർക്കും അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റുന്നതാണ് ഉചിതം എന്ന് പറഞ്ഞിട്ട് അതിനെ മറയാക്കിക്കൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1937 AICC സമ്മേളനത്തിൽ വെച്ച് ഇത് മാറ്റിയത്. ഇതാണിത് മാറിയ ചരിത്രം. ഇത് ചൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഏറ്റവും രസകരമായൊരു കാര്യം, ഒരാൾ എഴുതി ഉണ്ടാക്കിയ കാവ്യം, ആ കാവ്യത്തോട് നിങ്ങൾക്ക് യോജിപ്പോ വിയോജിപ്പോ വരാം. നിങ്ങളുടെ വിയോജിപ്പ് കാവ്യരസത്തിൻ്റെ പേരിലല്ല. ആ കാവ്യത്തിൽ ഇദ്ദേഹം പറഞ്ഞതായി പറയുന്ന എന്താണ്, മതപരമായ കാര്യങ്ങളുണ്ട് എന്നുള്ള നിലക്കാണ്. പക്ഷെ ഇദ്ദേഹം ഇതെഴുതിയത് എന്തിനായിരുന്നു? ദേശീയ ബോധം ഉദ്ദീപിപ്പിച്ച് ഇമ്പീരിയലിസത്തിനെതിരെ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യക്കാരെ സമരമുഖത്ത് എത്തിക്കുന്നതിന് വേണ്ടി എഴുതിയ ഒരു കാവ്യമാണ്. അദ്ദേഹത്തിൻ്റെ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഭാഗമാണ്. ആ ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ ഉൾപ്പെടുത്തുകയും ഇത് വന്ദേമാതരമാണ് ബംഗാളിലും ബീഹാറിലും ആസാമിലും തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള ദേശീയ ബോധം ഉണരാനും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുന്നതിന് വേണ്ടി ജനങ്ങളെ പ്രചോദിപ്പിക്കാനും ഉതകിയ ഒരു കാവ്യമാണ് വന്ദേമാതരം. ആ വന്ദേമാതരമാണ് മതപരമായ കാരണങ്ങളാൽ പാടരുത് എന്ന് പറയുന്നത്. ഇതെന്തൊരു വൃത്തികേടാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പോഴും ഉണ്ട് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ. അതെ, നിലവിളക്ക് കത്തിക്കില്ല. മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ നിലവിളക്ക് കത്തിക്കില്ല. അപ്പം ഞാനൊരിക്കൽ എഴുതി, ഈ മജീദിൻ്റെ സുന്നത്ത് കല്യാണം നടക്കുമ്പോൾ, മജീദ് ആരാണെന്നറിയാലോ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രം. ആ സുന്നത്ത് കല്യാണം നടക്കുമ്പോൾ 11 തിരിയിട്ട നിലവിളക്ക് കത്തിച്ച് വെച്ചതായി ബഷീർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, എന്ന് തുടങ്ങിയാണ് നിലവിളക്ക് വർഗീയമായി മാറിയത് എന്നുള്ളതാണ്. സ്വിച്ചിട്ട് ലൈറ്റ് കത്തിയാൽ അത് വർഗീയമല്ല. പക്ഷെ നിലവിളക്ക് കത്തിച്ച് വെളിച്ചം വന്നു കഴിഞ്ഞാൽ അത് വർഗീയമാണ്. എന്നാൽ ഇവിടെ ഒരു ചെമ്പിട്ട പള്ളിയുണ്ട് ഈ മട്ടാഞ്ചേരിയിൽ. ആ ചെമ്പിട്ട പള്ളിയിൽ കൽവിളക്കുകളുണ്ട്. ആ കൽവിളക്കുകൾ എണ്ണ ഒഴിച്ചിട്ട് തിരി കത്തിച്ചിരുന്നു. പക്ഷേ കേരളത്തിലെ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് അതൊന്നും സ്വീകാര്യമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം
മതചിഹ്നങ്ങളായിട്ടാണ് ഇവർ കാണുന്നത്. ആ മതചിഹ്നങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ മതത്തിന് യോജിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തിരിച്ച് മറ്റു മതക്കാർക്കും പറയാമല്ലോ. എല്ലാ ദിവസവും ഈ 5 നേരം ഈ ബാങ്ക് വിളിച്ച് ഞങ്ങളെ ശല്യപ്പെടുത്തുന്നത് ഞങ്ങളുടെ മതവിശ്വാസത്തെ ഹനിക്കുകയാണ്. ഇല്ലേ? അല്ലാഹു അല്ലാതെ വേറൊരു ദൈവം ഇല്ലാന്ന് നിങ്ങൾ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു അല്ലാതെ വേറെ ഒരു ദൈവവും ഈ പ്രപഞ്ചത്തിലില്ല. വേറെ ഒരു ദൈവവും ഈ പ്രപഞ്ചത്തിലില്ല എന്നുള്ളത് എൻ്റെ മതവിശ്വാസത്തിനെതിരാണെന്ന് ഒരാൾക്ക് പറയാമല്ലോ. ഇപ്പോഴും പറയാം, എപ്പോഴും പറയാം. പക്ഷേ അതവർ സമ്മതിക്കില്ല. എന്നാൽ ഈ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഇവർ വന്ദേമാതരവും ചൊല്ലുമെന്നോ വന്ദേമാതരത്തെ ആദരിക്കുമെന്നോ ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. പക്ഷേ ഇപ്പം ഇത് പ്രോട്ടോക്കോളിൻ്റെ ഭാഗമാക്കിയതുകൊണ്ട് വന്ദേമാതരത്തെ ആദരിക്കേണ്ടി വരും. ഇനി 10ാമത്തെ ശ്ലോകം പറയുന്നത് എന്താണെന്നറിയാമോ? 10ാമത്തെ ശ്ലോകം ഈ ഭാരതഭൂമിയിലുണ്ടായിട്ടുള്ള മഹത്തായ നദികളെക്കുറിച്ചും അതിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളെക്കുറിച്ചും അതിൻ്റെ വനജോത്സനകളെക്കുറിച്ചും അതിൻ്റെ ഭംഗിയെക്കുറിച്ചുമാണ്. അങ്ങനെ വിവരിക്കാൻ പാടില്ല. കാരണം എല്ലാ വിവരണങ്ങളും അല്ലാഹുവിന് മാത്രമേ പറ്റുള്ളൂ. അല്ലാഹുവിന് വേണ്ട വിശേഷണങ്ങൾ ഭൂമിയിലുള്ളതിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ മതത്തിനെതിരാകുമെന്നാണ് പറയുന്നത്. സങ്കുചിതത്വത്തിൻ്റെ അങ്ങേ അറ്റം. സങ്കുചിതത്വം എന്നല്ല, കവിതയില്ലേ, ആ കവിതയുടെ ഒരു ഭംഗിയില്ലേ, ലോകത്തെല്ലായിടത്തും അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവർ വാങ്ക് വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വാങ്ക് വിളിയിൽ ഇവർ പറയുന്ന കാര്യം അല്ലാഹു അല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ല എന്ന് പറയുന്നതിനോട് വിയോജിക്കാമല്ലോ. അത് ഞാൻ എൻ്റെ മതവിശ്വാസത്തെ ബാധിക്കുമെന്ന് പറയാവുന്നതാണ്. അത് എല്ലാവരും കേട്ടോളണം. പക്ഷേ ഇത് കേൾക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല എന്നാണ് ഈ പറയുന്നത്. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് ഇത്ര മഹത്തായ ഒരു കാവ്യത്തെ നമ്മുടെ ദേശീയ ഗാനത്തോടൊപ്പം തന്നെ ആദരിക്കേണ്ട ഒന്നാണെന്നും ആ വന്ദേ മാതരം പാടുമ്പോൾ ഒന്നുകൂടി 6ാം ശ്ലോകം വരെയാണ് പാടുന്നത്. 3 മിനിറ്റും 10 സെക്കൻഡുമാണ് പാടുന്ന സമയം. അത് പാടുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അതിനെ ബഹുമാനിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗുകാർ ഇക്കാര്യത്തിലൊക്കെ എന്ത് ചെയ്യും എന്നുകൂടി നമുക്ക് എഴുന്നേറ്റ് ബഹുമാനിക്കും, അതിലൊരു സംശയമില്ല.